എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 29/6/2024 നടത്തിയ വുമൻ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 78/2024. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 2, 3, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. സംഭവങ്ങൾ: 2ാം വട്ടമേശ സമ്മേളനം, പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു, ബർദോളി സത്യാഗ്രഹം. വർഷം: 1922, 1928, 1931, 1939. ശരിയായി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 1 സി. 2ാം വട്ടമേശ സമ്മേളനം 1931. 2 ഡി. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു 1939. 3 എ. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു 1922. 4 ബി. ബർദോളി സത്യാഗ്രഹം 1928. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ലോങ് മാർച്ച്, ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, മഹത്തായ സാംസ്കാരിക വിപ്ലവം, ജപ്പാൻ്റെ ചൈന ആക്രമണം. ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 2, 1, 4, 3. ആദ്യം വരുന്നത് 1911 നടന്ന ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം. രണ്ടാമത്തേത് 1934 നടന്ന ലോങ് മാർച്ച്. മൂന്നാമത്തേത് 1937 നടന്ന ജപ്പാൻ്റെ ചൈന ആക്രമണം. അവസാനമായിട്ട് 1966 നടന്ന മഹത്തായ സാംസ്കാരിക വിപ്ലവം. ഇങ്ങനെയാണ് കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുമ്പോൾ വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2ഉം 4ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് 1942. താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. കാൺപൂർ നാനാ സാഹിബ്, ആറ ഡാഷ്, ഡൽഹി ബഹദൂർ ഷാ, ബറൌട്ട് ഡാഷ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. കൻവാർ സിംഗ് ഷാമൽ. 1 ആറ കൻവാർ സിംഗ്, 2 ബറൌട്ട് ഷാമൽ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉം. 1ഉം 3ഉം പ്രസ്താവനകളാണ് തെറ്റായ പ്രസ്താവനകൾ. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ലോകവ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണുണ്ടാകുന്നത് ഏത് പാറപ്പൊടിഞ്ഞാണ്? ഓപ്ഷൻ എ ബസാൾട്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നതേത്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി സത്ലജ്.
പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻ ബി കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഓപ്ഷൻ സി ലക്ഷദ്വീപാണ് ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി. 2021 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം. ഓപ്ഷൻ എ 107 മെഡലുകൾ. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയശേഖരം വർദ്ധിച്ചു, കൃഷിയിൽ പുരോഗതി ഉണ്ടായി, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ശരിയായത് ഏത്? ഓപ്ഷൻ ബി 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായത്. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ലോക വ്യാപാര സംഘടന ജനീവ, ലോകബാങ്ക് വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണ്യനിധി വാഷിംഗ്ടൺ, ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ്. പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ് എന്നതാണ് യോജിക്കാത്തത്. ഫിലിപ്പീൻസിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ എ നരേന്ദ്രമോദി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി പീച്ചി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്. ഓപ്ഷൻ എ 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1, 3 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏത്? ഓപ്ഷൻ ബി കേരള സംസ്ഥാന ലോകായുക്ത. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങളാണ്. കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. ഓപ്ഷൻ എ നവകേരള സദസ്സ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരമെഴുതുക. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രസ്താവന 3 തെറ്റാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്ത്? ഓപ്ഷൻ സി പുതിയ പേര് കർത്തവ്യ പഥാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരമെഴുതുക. മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിജയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കുന്നു. ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ തുടരാൻ കഴിയൂ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രസ്താവന 3 തെറ്റാണ്. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി നിരാമയ പദ്ധതി.
തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ്. പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഓപ്ഷൻ എ. പ്രസ്താവന 3 തെറ്റാണ്. സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത്? ഓപ്ഷൻ ബി ആദിത്യ L1. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? വനം, തൊഴിലാളി സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം. ഓപ്ഷൻ സി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ഓപ്ഷൻ ഡി അറ്റോർണി ജനറൽ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഓപ്ഷൻ ഡി ഡിസ്ട്രോഫിൻ. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ബി സാൽമൊണല്ല ടൈഫി. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഓപ്ഷൻ എ CO2, CFCS, N2O ആൻഡ് CH4. പരമ്പരാഗത നെല്ലിനങ്ങളുടെ സംരക്ഷണത്തിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര്? ഓപ്ഷൻ ഡി സത്യനാരായണ ബേളേരി. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ഓപ്ഷൻ സി അലൂമിനിയം. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? ഓപ്ഷൻ എ അൾട്രാ വയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ധ്രുവം. ISROയുടെ അഭിമാന പദ്ധതിയായ ചാന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 23, 2023. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള മൂലകങ്ങളെ പറയുന്ന പേര്? ഓപ്ഷൻ ബി ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓപ്ഷൻ സി നൈട്രജൻ. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ എ NH3. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു? ഓപ്ഷൻ ഡി ഇൽമനൈറ്റ്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി P. വത്സല. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം? ഓപ്ഷൻ ബി 7. ആയുർവേദ വൈദ്യസമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരത്ചന്ദ്രിക രചിച്ചത്? ഓപ്ഷൻ എ പരവൂർ കേശവൻ ആശാൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത്? ഓപ്ഷൻ സി വി ഷിനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം സംവിധാനം ചെയ്തത്? ഓപ്ഷൻ ഡി റോജിൻ തോമസ്.
1, 5, 14 ഡാഷ് എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേര്? ഓപ്ഷൻ എ സ്തൂപികാ സംഖ്യകൾ. 3 സംഖ്യകളുടെ തുക 572. ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ 1/3 എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി 104. ABC എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3-ാം ദിവസവും BC എന്നിവർ സഹായിച്ചാൽ Aക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാൻ കഴിയും? ഓപ്ഷൻ ബി 15 ദിവസം. 3/4, 1, 1/2, 2, 1/4 എന്ന ശ്രേണിയിലെ പദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി 4. 17^7.5 divided by 17^3.5 into 17^4.5 equal to 17 ? ഓപ്ഷൻ ഡി 8.5. ഓരോ വർഷവും 15% വീതം വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2020 ഏകദേശം 20 കോടി ടൺ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരുന്നത്. എങ്കിൽ 2024 ആകുമ്പോൾ എത്ര ടൺ വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ഓപ്ഷൻ എ 34.98. ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൽ വികരണം വൃത്തത്തിൻ്റെ വ്യാസമാണ് എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? ഓപ്ഷൻ സി 2√2 പൈ സെൻറ്റിമീറ്റർ. കമ്പ്യൂട്ടർ എന്ന വാക്കിനെ PMOCRETU എന്നെഴുതാമെങ്കിൽ DICIPHER എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ ICEDREHP. ഒയുടെ അച്ഛനാണ് M, Qയുടെ മകനാണ് P, എമ്മിൻ്റെ സഹോദരനാണ് N, Pയുടെ സഹോദരിയാണ് O എങ്കിൽ Nഉം Qയും തമ്മിലുള്ള ബന്ധമെന്ത്? ഓപ്ഷൻ ബി അളിയൻ. 60ാമത്തെ ചോദ്യം, വിട്ടുപോയ സംഖ്യ ഏത്? ഓപ്ഷൻ സി 87. Complete the clause suitably. If I had attended the wedding, I dash. Option A could have met him. Identify the correctly spelt word from the following. Option C colleague. Fill in the blank using the appropriate phrasal verb. The match has been dash due to bad weather. Option B called off. Use the correct tense form. He usually dash to office by bus. Option C goes. Fill in the blank using the correct verb. The cutlery I bought yesterday dash quite expensive. Option D is. Which among the following is an adjective? Option B mundane. Change into passive voice. Someone has asked John to make a speech at the meeting. Option C. John has been asked to make a speech at the meeting by someone. Pick out the word from the options which means to swear falsely. Option A perjure. Choose the appropriate question tag. Let's go for a movie dash ? Option D shall we. Which among the following is a synonym of the word pensive? Option A contemplative. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ കൈയെഴുത്ത്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി നെല് പ്ലസ് മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ഓപ്ഷൻ സി അലിംഗ ബഹുവചനം. പല്ലവപുടം വിഗ്രഹിക്കുക. ഓപ്ഷൻ ഡി
പല്ലവത്തിൻ്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്. ഓപ്ഷൻ ബി പ്രാലേയം. മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏത്? ഓപ്ഷൻ സി ഏണം. ചേർത്തെഴുതുക. ച പ്ലസ് ഉന്നു. ഓപ്ഷൻ എ ചാകുന്നു. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ഓപ്ഷൻ ബി കുപ്രസിദ്ധം. മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിനുള്ള ശിക്ഷ എന്ത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം തന്നെ വധശിക്ഷ, ജീവപര്യന്തം തടവ്, പിഴ. എ എന്ന ആൾ ബിയെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം സി എടുത്തു കുടിച്ചു മരിച്ചു. ഇവിടെ എ ചെയ്ത കുറ്റം എന്ത്? ഓപ്ഷൻ ബി കുറ്റകരമായ നരഹത്യ. വാക്യം 1. 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു തെറ്റും ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നില്ല. വാക്യം 2. ചില കേസുകളിൽ 7 മുകളിൽ എന്നാൽ 12 താഴെ പ്രായമുള്ള കുട്ടി ചെയ്ത തെറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. ഓപ്ഷൻ എ മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1, 2 ശരിയാണ്. ഇന്ത്യൻ പീനൽ കോഡ് 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തികൾ കുറ്റകരം ആണ്? ഓപ്ഷൻ എ കോവിഡ് രോഗി രോഗവിവരം മറച്ചുവെച്ച് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏത്? ഓപ്ഷൻ ഡി ഓപ്ഷൻസ് എ, ബി ആൻഡ് സി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനങ്ങൾ, ക്യാബിനറ്റ് ഡോക്യുമെൻറ്റുകൾ, കോർപ്പറേറ്റ് മുതലായ ഭൗതിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. വാക്യം 1. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങളിൽ ആർക്കും അവകാശമുണ്ട്. വാക്യം 2. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ട്. ഓപ്ഷൻ എ മേൽപ്പറഞ്ഞ വാചകങ്ങൾ 1, 2 ശരിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? ഓപ്ഷൻ എ സെക്ഷൻ 2Kയിൽ പ്രതിപാദിക്കുന്ന റെക്കോർഡുകൾ. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഉൾപ്പെട്ടിട്ടില്ല? ഓപ്ഷൻ സി സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പ്രകാരം കോഗ്നിസിബിൾ കുറ്റം എന്നാൽ? ഓപ്ഷൻ ബി പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. 0 FIR കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ ഓപ്ഷൻ ഏത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 CRPC 1973 സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യാനുള്ള ആരുടെ അധികാരത്തെ വിവരിക്കുന്നു? ഓപ്ഷൻ ബി മജിസ്ട്രേറ്റ്. 40 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയുടെ ജനനത്തീയതിയെക്കുറിച്ചുള്ള തെളിവായി അയാളുടെ ജനനം നടന്ന ഹോസ്പിറ്റലിലെ ആ സമയത്തെ ഡ്യൂട്ടി ഡോക്ടറായിരുന്ന പിന്നീട് മരണപ്പെട്ടുപോയ ആളുടെ ഡയറി സ്വീകരിക്കണമെന്ന് വാദിഭാഗം ആവശ്യപ്പെടുന്നു. ഈ ഉദാഹരണത്തിൽ തീരുമാനമെടുക്കാൻ പ്രസക്തമാകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഏത് സെക്ഷനാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 32. വാക്യം 1. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 44 പ്രകാരം ഒരു പ്രത്യേക വിഷയത്തിൽ വിദഗ്ധയായ വ്യക്തിയുടെ അഭിപ്രായം കോടതിക്ക് തെളിവായി സ്വീകരിക്കാം. വാക്യം 2. ഒരാളുടെ മനോനിലയെക്കുറിച്ചുള്ള ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 45 പ്രകാരം കോടതിക്ക് തെളിവായി എടുക്കാവുന്നതാണ്. ഓപ്ഷൻ സി വാക്യം 2 മാത്രം ശരിയാണ്. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ. ഓപ്ഷൻ ഡി കോഗ്നിസിബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്.
നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ വാക്യങ്ങളിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി. ഓപ്ഷൻസ് എ ആൻഡ് ബി. പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടണം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരമുള്ള കുറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടുകെട്ടപ്പെടും? ഓപ്ഷൻ ബി. 6 വർഷം. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗികാതിക്രമ കുറ്റത്തിന് പോക്സോ ആക്ട് 2012 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി. 16. പോക്സോ ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ എ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുകയുള്ളൂ. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള ഏത് വകുപ്പിൻ്റെ ലംഘനമാണ്? ഓപ്ഷൻ ബി. സെക്ഷൻ 67 എ. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ് താഴെ കൊടുത്തതിൽ ഏത്? ഓപ്ഷൻ എ. സെക്ഷൻ 43. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.